പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുറിച്ചിത്താനത്താണ്. ഉഴവൂരിനടുത്തുള്ള കുറിച്ചിത്താനം. അവിടെ ഒരു LP സ്കൂളിന് മുന്നിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ LP സ്കൂൾ ഒന്ന് കാണാം. ഈ സ്കൂളിൽ പഠിച്ച ഒരാൾ ഇന്ത്യയുടെ പ്രസിഡന്റാണ്. അപ്പോൾ നമുക്കതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. കോട്ടയം ജില്ലയിലെ അതിമനോഹരമായ സ്ഥലമാണ് ഉഴവൂര്. ഉഴവൂര് കുറിച്ചിത്താനം എന്ന സ്ഥലമാണിത്. കൊച്ചേരിൽ രാമൻ വൈദ്യരുടെയും പാപ്പിയമ്മയുടെയും 7 മക്കളിൽ 4-മനായി 1921 ഫെബ്രുവരി 4 ജനിച്ച നാരായണൻ, കൊച്ചേരിൽ രാമൻ നാരായണൻ, അതാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് KR നാരായണൻ. അദ്ദേഹം പഠിച്ച LP സ്കൂളാണ് ഇന്നീ കാണുന്നത്. വളരെയേറെ കഷ്ടപ്പാടും ദുരിതങ്ങളും നിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ദിവസവും 18 കിലോമീറ്ററോളം നടന്നാണ് അദ്ദേഹം വിദ്യാലയത്തിൽ എത്തിച്ചേർന്നത്. ഫീസ് കൊടുക്കാൻ പണമില്ലാതെ ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പുസ്തകം വാങ്ങുവാൻ പണം തികയാതെ വന്നപ്പോൾ സഹോദരനായ KR നീലകണ്ഠൻ മറ്റു കുട്ടികളുടെ കയ്യിൽ നിന്ന് പുസ്തകം കടം വാങ്ങിയാണ് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തെ പഠിപ്പിച്ചത്. കോട്ടയം CMS കോളേജിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജുമായി ബിരുദ പഠനം പൂർത്തിയാക്കി 1ാം റാങ്കോടുകൂടിയാണ് അദ്ദേഹം പരീക്ഷകളെല്ലാം പാസ്സായത്. ഇന്ത്യയുടെ 10ാമത്തെ രാഷ്ട്രപതിയായിരുന്ന കൊച്ചേരിൽ രാമൻ നാരായണൻ എന്ന് പറഞ്ഞ KR നാരായണന്റെ കുട്ടിക്കാലം ചെലവിട്ട സ്കൂളാണ് കുറിച്ചിത്താനത്തെ ഈ മനോഹരമായ LP സ്കൂള്. 1 മുതൽ 4 വരെയാണ് ഇവിടെ ഉള്ളത്. ഇന്നും അതുതന്നെയാണ്, ഒരു മാറ്റവും വന്നിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. എങ്കിലും സ്കൂളിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി തന്നെ പോകുന്നു. ഇപ്പോൾ ഇംഗ്ലീഷ് മലയാളം മീഡിയമാണ്. 2005 ഫെബ്രുവരിയിൽ ഉഴവൂരുള്ള രാഷ്ട്രപതിയുടെ തറവാട് പോത്തങ്കോടുള്ള ശാന്തിഗിരി ആശ്രമത്തിന് അദ്ദേഹം ദാനം ചെയ്തു. ശ്രീ കരുണാകര ഗുരു ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന് ആസ്ഥാനം നിർമ്മിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ഉഴവൂരിൽ അദ്ദേഹം അവസാന സന്ദർശനം നടത്തിയതും ഈ അവസരത്തിലാണ്. വാർദ്ധക്യ സഹജമായ നിരവധി അസുഖങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവസാനം ന്യൂമോണിയ ബാധയെ തുടർന്ന് 2005 ഒക്ടോബർ 29 അദ്ദേഹത്തെ ആശുപത്രി പ്രവേശിക്കുന്നത്. തുടർന്ന് നവംബർ 9 ആരോഗ്യനില വഷളാകുകയും അന്ന് വൈകിട്ട് 5:45 അദ്ദേഹം അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഡൽഹിയിൽ യമുന നദിയുടെ തീരത്താണ് സംസ്കരിച്ചിരിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രപതിയായതിനു ശേഷം ഉഴവൂരെത്തിയപ്പോഴത്തേനാണ് നമ്മുടെ കിടങ്ങൂരിൽ നിന്ന് കടപ്ലാമറ്റം മരങ്ങാട്ടുപള്ളി വഴി ഉള്ള KR നാരായണൻ റോഡ് അതിമനോഹരമായി BMBC നിലവാരത്തിൽ നവീകരിക്കുകയും ഈ സ്കൂളിന് മുന്നിൽ കൂടെയാണ് ആ റോഡ് കടന്നു പോകുന്നത്. നെടുമ്പാശ്ശേരി യാത്രക്കാർ മിക്കവരും ഈ സ്കൂളിന് മുന്നിൽ കൂടെയാണ് കടന്നു പോകുന്നത്, കുറിച്ചിത്താനത്തുകൂടി. ഒരു താഴ്ന്ന ജാതിയിൽ ജനിച്ചെന്ന കുറ്റം കൊണ്ടാണെന്ന് തോന്നുന്നു രാജ്യത്തെ പരമോന്നത പദവിയിലും ചരിത്ര നേട്ടങ്ങളോടെയും സ്വന്തം പേരിനെയും ജന്മനാടിനെയും അടയാളപ്പെടുത്തിയിട്ടും കേരളത്തിന്റെ ഓർമ്മകളിൽ രാഷ്ട്രപതിയായ KR നാരായണനെ വലിയ പ്രാധാന്യം ഇതുവരെയും ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ദിനത്തിൽ പോലും സർക്കാരോ സാംസ്കാരിക സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ അദ്ദേഹത്തെ ഓർക്കുന്നില്ല, അദ്ദേഹത്തെ വിസ്മരിക്കുന്നു. മലയാളികൾക്ക് എന്നും അഭിമാനമായ മുൻ രാഷ്ട്രപതിയുടെ പേരിൽ ഒരു പ്രതിമ പോലും അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലില്ല. അദ്ദേഹം വിട പറഞ്ഞ് 17 വർഷങ്ങൾക്ക് ശേഷവും ആകെയുള്ളത് അദ്ദേഹം താമസിച്ചിരിക്കുന്ന കൊച്ചേരി തറവാട്ടിൽ സ്മൃതി മണ്ഡപത്തിൽ സൂക്ഷിച്ച ചിതാഭസ്മം മാത്രമാണ്. സ്കൂളിന് സമീപത്തുള്ള സ്മൃതി മണ്ഡപത്തിലേക്ക് പോകാനുള്ള ഒരു ദിശാ ബോർഡ് പോലും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. സ്കൂളിന്റെ പേര് KR നാരായണൻ മെമ്മോറിയൽ സ്കൂൾ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. സമീപത്തെ സർക്കാർ ആശുപത്രിയുടെയും ലൈബ്രറിയുടെയും പേര് അദ്ദേഹത്തിന്റെ ഓർമ്മയിലാണ്. ഇത്രയൊക്കെയുള്ളൂ ഇന്ത്യയുടെ
പ്രഥമ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തിയ ഒരു മലയാളിയായ നമ്മുടെയെല്ലാം അഭിമാനമായ ഉഴവൂരുകാരനായ രാഷ്ട്രപതിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ പോലും വിസ്മരിക്കപ്പെടുന്നു.